ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ മണ്ണൂത്തിയിൽ കുറച്ച് ചെടികളൊക്കെ പർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പെബിൾസ് ഒക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗാട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പോയത് സാറയിലാണ്. അവിടെ നമ്മൾ പെബിൾസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ നല്ല റീസണബിൾ റേറ്റിൽ നമുക്ക് പെബിൾസ് കിട്ടുന്ന ഒരു കടയാട്ടോ. അങ്കമാലിയിലാണ്. NH തന്നെയാണ് കട വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൺവീനിയൻ്റ് ആണ് നമുക്ക് പോകാനും പർച്ചേസ് ചെയ്യാനൊക്കെ. അവിടെ നമ്മളെടുത്ത ഈ സ്റ്റോണിൻ്റെ പേര് പോണ്ടിച്ചേരി സ്റ്റോൺ എന്നാണ്. അത് നമ്മൾ 30 കിലോ ആണ് എടുത്തത്. 1 കിലോയ്ക്ക് 6.5 രൂപയാണ് വരുന്നത്. അപ്പോൾ അതും പ്ലസ് നമ്മൾ കുറച്ച് ഈ വെള്ള സ്റ്റോൺസും എടുത്തിട്ടുണ്ടായിരുന്നു, വെള്ള പെബിൾസും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൊത്തമായത് 220 ആണ്. 220 രൂപയ്ക്ക് എനിക്ക് വളരെ റീസണബിൾ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. നമുക്ക് ഗാർഡനിലേക്ക് ഇനിയും സ്റ്റോൺസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ എത്ര എടുക്കണം എന്ന് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് 1 സ്ക്വയർ ഫീറ്റിലേക്ക് 8 കിലോ സ്റ്റോൺസ്, പോണ്ടിച്ചേരി സ്റ്റോൺസ് ആണെങ്കിൽ കേട്ടോ, അത്രയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. പിന്നെ പോയത് നമ്മുടെ മണ്ണൂത്തിയിലേക്കാണ്. മണ്ണൂത്തിയിലെ വിൻസ് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ചട്ടികൾ കിട്ടുന്ന കടയാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന 90% പ്ലാസ്റ്റിക് ചട്ടികൾ നമ്മൾ ഈ കടയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ചട്ടി നോക്കാനാണ് അന്ന് പോയത്, പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അതുകൊണ്ട് ഈ ക്ലേ ബോൾസും ഈ സ്പ്രേ ഹെഡും മാത്രമേ അവിടെ നിന്ന് മേടിച്ചുള്ളൂ. അവരുടെ പുതിയ സെറാമിക് പോട്ട്സിൻ്റെ സ്റ്റോർ അടുത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോന്നു. പിന്നെ നമ്മൾ പോയത് ബൊഗെയിൻവില്ല മേടിക്കാനാണ്. മണ്ണൂത്തിയിൽ ബൊഗെയിൻവില്ല മാത്രം നിൽക്കുന്ന ഒരു നഴ്സറി ആട്ടോ ഇത്. അടിപൊളി ബൊഗെയിൻവില്ല കളക്ഷൻസ് ആണ്. ചുങ്കത്ത് എന്നാണ് പേര്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഏത് കളർ എടുക്കണം എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ അധികം പിങ്കും വൈറ്റാണെന്ന് തോന്നും. പക്ഷേ പിങ്കിൻ്റെ തന്നെ പല വെറൈറ്റീസ്, പിന്നെ പീച്ചും പിങ്കും കൂടെ മിക്സ് ആയത്, യെല്ലോ, പിന്നെ വൈറ്റ്, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഇതിപ്പോൾ കാണുന്ന പിങ്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മളൊരു 3-4 കളറാണ് എടുത്ത് വെച്ചത്. പക്ഷേ ഇങ്ങനെ നോക്കി വന്നു കഴിഞ്ഞപ്പം എന്താ പറയണേ, ഓൾറെഡി നമ്മുടെ അടുത്ത് കുറച്ച് ബൊഗെയിൻവില്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കളർ നോക്കിയിട്ടും മനസ്സിലാവേണ്ടതല്ലോ നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ളതാണോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ എടുത്തു വന്നപ്പോൾ കുറച്ചധികം എടുത്തു. അറൗണ്ട് ഒരു 1000 രൂപയ്ക്ക് നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. വൈറ്റ് എന്ന് പറയും, ഇത് വൈറ്റ് പിങ്ക് എന്ന് പറയും. പിന്നെ ഇത് ചില്ലി ഓറഞ്ച് എന്ന് പറയും. മറ്റേത് പീച്ച്, ബ്ലൂ ഷെയ്ഡ്, മാറ്റ് റെഡ്, റൂബി. പിന്നെ നമ്മൾ പോയത് ശരണമയ്യപ്പ എന്ന് പറഞ്ഞ ഈ നഴ്സറിയിലാണ്. ഞാനിവിടെ കയറാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ചെടികൾ നല്ല അടക്കി പറക്കി വെച്ചേക്കണം. അത് കണ്ട് കയറിയതാട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് ഞാൻ എടുത്തത് മണി പ്ലാന്റും പിന്നെ ഒരു ഓർക്കിഡും ആണ്. നല്ല കളക്ഷൻസ് ഉണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. 450 ആണ് ഓർക്കിഡിന് പ്രൈസ് വന്നത്. നമുക്ക് ഇവിടെ നല്ല ഭംഗിയുള്ള ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ ബൊഗെയിൻവില്ല നഴ്സറിയുടെ ഓപ്പോസിറ്റിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് ഒരു ഇച്ചിരി ഫ്രണ്ടിലോട്ട് നടന്നാൽ നമുക്ക് ഈ നഴ്സറി കാണാം കേട്ടോ. നമുക്ക് എല്ലാം കൂടെ ആയത് 1100 ആണ്. ഗോൾഡൻ പോത്തോസിനും എൻജോയ് പോത്തോസിനും രണ്ടിനും കൂടെ ഒരെണ്ണത്തിന് 200 വെച്ചാണ്, അപ്പോൾ 400 ആയി. മാർബിൾ പോത്തോസിന് 250 ആയി. പിന്നെ ഓർക്കിഡ് 450 അങ്ങനെയാണ് വന്നത്. പൂവില്ലാത്ത ഓർക്കിഡാണെങ്കിൽ അവർ 400 തരാമെന്ന് പറഞ്ഞു. ബട്ട് ഞാൻ അതെല്ലാം മേടിച്ച് പൂവുള്ളതാണ് നോക്കിയാൽ മേടിച്ചത്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലെ മേടിച്ച ചെടികളൊക്കെ ഇറക്കി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഇങ്ങനെ ചെടികളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇതുപോലെ ഇറക്കി വെക്കുമ്പോൾ നമ്മളെന്തോ പുതിയ അംഗങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന ആ ഒരു ഫീലാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പിങ്കിൻ്റെ പല ഷെയ്ഡ്സ് നമ്മൾ മേടിച്ചത്. അതിനകത്തുണ്ടായിരുന്ന ഒരു പിങ്ക് ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന പിങ്ക് ആട്ടോ. നമുക്ക് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമുക്കൊരു ഡൗട്ടായിരുന്നു. പക്ഷെ എന്തായാലും മേടിച്ചു. ചെറിയ ചട്ടിക്ക് നമുക്കായത് 100 രൂപ വെച്ചാണ്. ഇത്രയും കൂടെ വലിയ ചട്ടിയാണെങ്കിൽ 200 വെച്ചായിരുന്നു ആയത്. ഞാൻ ഉദ്ദേശിച്ചത് ബൊഗെയിൻവില്ലയുടെ ചട്ടിയുടെ കാര്യം കേട്ടോ. ഓർക്കിഡ് ഇതാണ് 450 ഓർക്കിഡ്. പിന്നെ ആ പൂക്കളുടെ ഭംഗിയൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ സ്റ്റാൻഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് നനച്ചൊക്കെ കൊടുത്തു. ബൊഗെയിൻവില്ലയുടെ 6 കളറ് നമ്മൾ ആ ഒരു 100 രൂപയുടെ ചട്ടിയാണ് മേടിച്ചത്. പിന്നെ 2 എണ്ണം ആ പുറകിലിരിക്കുന്ന യെല്ലോയും ആ വൈറ്റും അത് 200 രൂപയുടെ ചട്ടി, അത് 2 എണ്ണം മേടിച്ചു. ബൊഗെയിൻവില്ല കളക്ഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആട്ടോ ബൊഗെയിൻവില്ല നഴ്സറി. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല സർവീസും ആണ് അവരുടെ. ആ ബൊഗെയിൻവില്ലയുടെ പൂക്കളുടെ ഷെയ്ഡ്സ് ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാം. നമുക്ക് ഈ പിങ്ക് ഷെയ്ഡൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ എല്ലാം ഒരൊറ്റ കളറാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അടുത്ത് കാണുമ്പോഴാണ് എല്ലാം ഡിഫറെൻറ്റ് ഷെയ്ഡാണെന്ന് മനസ്സിലാക്കണേ. അതുപോലെ തന്നെയാണ് ഈ പീച്ചും യെല്ലോവും ഷെയ്ഡ്സും വരണേ. നമ്മൾ ദൂരെ നോക്കുമ്പോഴത്തേക്ക് ഒറ്റ പൂക്കളല്ലേന്ന് നമുക്ക് തോന്നും, പക്ഷേ എല്ലാം ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇതായിരുന്നു മറ്റേ ഓർക്കിഡ് കേട്ടോ നമ്മൾ മേടിച്ചത്. ഇതായിരുന്നു ഒരു വെറൈറ്റി.
ഇതെല്ലാം 100 രൂപയുടെ ചട്ടിയാട്ടോ. ഇതും എല്ലാം 100ൻ്റെ തന്നെയായിരുന്നു. ഇതിനകത്ത് പിങ്കാണ് കുറച്ചും കൂടെ കൂടുതൽ ഉള്ളത്, കുറച്ച് ഓറഞ്ചും. ഇത് ഓറഞ്ച് കൂടുതലുള്ളൊരു ഷെയ്ഡാണ്, അതിനകത്ത് പിങ്ക് പോയേക്കുന്നൊരു ഷെയ്ഡാണ്. ഇത് വൈറ്റിൽ ഒരു ചെറിയ പിങ്ക് ഷെയ്ഡ് വരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഫ്ലവറിങ് ആണ്. ഇതെല്ലാം പോയിട്ട് സെക്കൻഡ് ടൈം വന്നു കഴിഞ്ഞ് കഴിയുമ്പം കുറേയും കൂടെ ഫുൾ ആ പിങ്ക് കുറേയും കൂടെ എവിഡൻ്റ് ആയിട്ട് മനസ്സിലാക്കണ പോലെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം എന്തായാലും നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിങ് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു. ഞാൻ പുതിയൊരു വീഡിയോ ഇടാം കേട്ടോ. ഇതാണ് ആ യെല്ലോൻ്റെ വെറൈറ്റി. നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു യെല്ലോ ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്രയും എന്താ പറയുക ഇത്രയും തെളിച്ചുള്ളൊരു യെല്ലോ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഷെയ്ഡ് മേടിച്ചത്. നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് അത് നേരിട്ട് കാണാൻ. പിന്നെ എടുത്തത് ഈ പിങ്കിൻ്റെ ഷെയ്ഡാണ്. ഒരെണ്ണം കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഡാർക്ക് ഷെയ്ഡ് ഒരു പിങ്കാണ് ഇത് കാണുന്നത്. പിന്നെ ഉള്ളൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളൊരു ഷെയ്ഡാട്ടോ ഈ പിങ്ക്. അവിടെ പക്ഷേ എല്ലാം കൂടെ ഒന്നിച്ച് കണ്ടപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏതാ കയ്യിലില്ലാത്തത് ഏതാണെന്നൊന്നും കണ്ടിട്ട് മനസ്സിലാവുണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. എന്തായാലും നല്ല ഭംഗി കണ്ടപ്പോൾ നമ്മളതങ്ങ് മേടിച്ചു. പിന്നെ ഉള്ള ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ റെഡ് കൂടുതലുള്ളൊരു ഷെയ്ഡ്, എനിക്ക് തോന്നുന്നു റൂബി എന്നാണ് തോന്നുന്നു ഈ ഷെയ്ഡിൻ്റെ പേര്. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. റെഡ് കൂടുതലും പിങ്ക് കുറവുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ വെക്കുമ്പോൾ കുറേ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടാകുമായിരിക്കും അല്ലേ അതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന്. ഇതുപോലെ തന്നെയായിരുന്നു യെല്ലോവും പിങ്കും കലർന്ന ഷെയ്ഡുകൾ. ഒരെണ്ണത്തിൽ യെല്ലോവും ഒരു ഡാർക്ക് പിങ്ക് കലർന്നൊരു ഷെയ്ഡായിരുന്നു. ഇത് യെല്ലോ മാത്രമുള്ളൊരു ഷെയ്ഡാട്ടോ. ഞാൻ പറഞ്ഞില്ലേ 200 രൂപയുടെ ഒരു ചട്ടി എന്ന് പറഞ്ഞില്ലേ, ഇത് വൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബൊഗെയിൻവില്ലയിൽ അധികവും മേടിച്ച ചെടികൾ. ഇത്രയും ഷെയ്ഡ്സ് എനിക്ക് തോന്നുന്നു 6, 7, 8 ഷെയ്ഡ്സാണ് നമ്മൾ മേടിച്ചത്. പിന്നെ മേടിച്ചത് ഗോൾഡൻ പൂത്തോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹാങ്ങിങ് ആയിട്ടുള്ള ചെടി ആയതുകൊണ്ടാണ് 200 രൂപയായത്. ഞാൻ അവിടുത്തെ ഒരു നഴ്സറിയിൽ നിന്ന് തന്നെ വേറൊരു നഴ്സറിയിൽ നിന്ന് ഇതുപോലെ കുറച്ച് നാൾ മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് നിന്ന് 275 ആണ് അവർ മേടിച്ചത്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം എനിക്ക് ഇത് റീസണബിൾ ആയിട്ടാണ് തോന്നിയത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു എല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മൊത്തത്തിൽ പർച്ചേസ് ചെയ്തത്. ഇനി എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അവിടെ പറയാം കേട്ടോ. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.